സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മൊഡ്യൂൾ 3യിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. മൊഡ്യൂൾ 3 എന്തായിരുന്നു? പ്രോബബിലിറ്റി ആയിരുന്നു. പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 3 എന്നുള്ളത്. സോ അവിടെ 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. സോ 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒന്നിൻ്റെ പ്രോബബിലിറ്റി രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റീനെ ബാധിക്കില്ല. സോ ഒന്നാമത്തതിൻ്റെ പ്രോബബിലിറ്റി രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റീനെ ബാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ആ 2 ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. ഇനി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നാമത്തതിൻ്റെ പ്രോബബിലിറ്റി രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റീനെ ബാധിക്കും. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ എന്നുള്ളത്. ഹെഡ് കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി ടെയിൽ കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റീനെ ബാധിക്കില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അങ്ങനെയുള്ള ഇവൻറ്റ്സിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. 2 events A and B are independent if the occurrence of one does not affect the probability of the other. ഒന്നിൻ്റെ പ്രോബബിലിറ്റി മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Determine whether the following values represent a probability mass function. സോ കുറച്ച് പ്രോബബിലിറ്റീൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഈ വാല്യൂസ് ഒരു പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രോബബിലിറ്റീൻ്റെ ആക്സിയംസ് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? എല്ലാ പ്രോബബിലിറ്റിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ. സോ പ്രോബബിലിറ്റി മാസ് ഫങ്ഷനിൽ എല്ലാ പ്രോബബിലിറ്റിയും കൂടി കൂട്ടിയാൽ ആൻസർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ. ആൻഡ് ഓരോ പ്രോബബിലിറ്റിയും 0ൻ്റെയും 1ൻ്റെയും ഇടയിലുമായിരിക്കണം. 1നേക്കാൾ വലിയൊരു പ്രോബബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ 0നേക്കാൾ ചെറിയ പ്രോബബിലിറ്റി, അതായത് നെഗറ്റീവ് വരുന്ന പ്രോബബിലിറ്റിയും നമുക്ക് ഉണ്ടാവില്ല. സോ ഇവിടെ നോക്കുക, ഇവിടെ തന്ന വാല്യൂസ് എല്ലാം 0.24 ആണ്. f(1) 0.24, 0.28, 0.25, 0.24. ഇവിടെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ പോലും 0നേക്കാൾ താഴോട്ട് പോയിട്ടില്ല, നെഗറ്റീവുമായിട്ടില്ല, 1നേക്കാൾ വലുതല്ല. സോ ഈ ഒരു കണ്ടീഷൻ എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? എല്ലാം കൂടി കൂട്ടിയില്ലേ, സമ്മ എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ നമുക്കിതെല്ലാം കൂടി കൂട്ടി നോക്കാം. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.24 പ്ലസ് 0.28 പ്ലസ് 0.25 പ്ലസ് 0.24 കംപ്ലീറ്റ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 1.01 ആണ്. 1.01 എന്ന് പറയുമ്പോൾ അത് 1നേക്കാൾ വലുതാണ്. സോ ഇതെന്തല്ല? ഒരു പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ അല്ല. ഓക്കെ. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മൊത്തം പ്രോബബിലിറ്റി കൂട്ടി നോക്കുക. അതിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാണെങ്കിൽ അത് എന്തായിരിക്കില്ല? പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ ആയിരിക്കില്ല. സോ ഇനി നമുക്ക് 3 മാർക്കിനെ ചോദിച്ച ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ക്വസ്റ്റ്യൻ 1, ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.8, probability of B is equal to 0.5 and probability of B given A is equal to 0.4. Find probability of A intersection B, probability of A union B and probability of A given B. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് probability of B given Aൻ്റെ probability of B given Aൻ്റെ ഫോർമുലയാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്? ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഓക്കെ. സോ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. കാരണം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇവിടെ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എയും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. ഓക്കെ. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ബി ഗിവൺ എ തന്നിട്ടുള്ളത് 0.4 ആണ്, പ്രോബബിലിറ്റി ഓഫ് എ തന്നത് 0.8 ആണ്. ഇത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നൗ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിവൈഡഡ് ബൈ 0.8 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 0.8 ആവും. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0.4 ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു 0.32.
ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി കാണാനുള്ള ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ ഈസ് 0.8, പ്രോബബിലിറ്റി ഓഫ് ബി 0.5. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 0.32. സോ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.98 കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബി ആകുമ്പോൾ ഫോർമുല എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 0.32 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് 0.5. സോ 0.32 ബൈ 0.5 എന്ത് കിട്ടും? 0.64. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദി ഫോളോയിങ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. സോ എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്താ? 0 × 0, 1 × k, 2 2k, 3 3k, 4 3k, 5 k², 6 2k², 7 7k² പ്ലസ് k. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് k, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. എങ്ങനെ ചെയ്യുക? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെൻ്റെ വാല്യൂ ആണ്. സോ ഇതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ മൊത്തം പ്രോബബിലിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഈ k പ്ലസ് 2k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് k² പ്ലസ് ഇത് മൊത്തം കൂട്ടുമ്പോൾ ആൻസർ ഈസ് 1. ഓക്കെ. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. കെൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ബാക്കി 2 പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാം. ഓക്കെ. സോ നമുക്കിത് മൊത്തം കൂട്ടി വെക്കാം. ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എത്ര k² ഉണ്ടോ നോക്കുക. ഇവിടെ 2k², ഇവിടെ 7k², ഇവിടെ ഒരു k². ടോട്ടൽ എത്ര k² ആയി? 10k². ഇനി എത്ര k ഉണ്ട്? 1, ഇവിടെ 2, 1 2 3, 3 2 5, 5 3 8, പിന്നെ ഇവിടെ ഒരു 1 കൂടിയുണ്ട്, 8 1 9. സോ 9k പ്ലസ് കോൺസ്റ്റൻറ്റ് ടേംസ് ഒന്നുമില്ല. സോ 10k² പ്ലസ് 9k is equal to 1. എന്ത് കിട്ടും? 10k² പ്ലസ് 9k is equal to 1. ഇനി ഈ പ്ലസ് 1നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ കിട്ടും? 10k² പ്ലസ് 9k മൈനസ് 1 is equal to 0. ഈ പ്ലസ് 1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് -1 കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്തിൻ്റെ വാല്യൂ കാണണം? കെൻ്റെ വാല്യൂ കാണണം. ഇതിനു വേണ്ടി നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? x = -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഇവിടെ a എന്ന് പറയുന്നത് എന്തായിരിക്കും? a എന്ന് പറഞ്ഞാൽ x² അല്ലെങ്കിൽ k² കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് 10. b എന്ന് പറയുന്നത് 9, c ഈസ് -1. ഇത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? -9 പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറഞ്ഞാൽ 9ൻ്റെ സ്ക്വയർ മൈനസ് 4 × a ഈസ് 10 × -1 ഡിവൈഡഡ് ബൈ 2 × a ഈസ് 10. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സോ ഈ ഒരു ഫോമിലാണ് കിട്ടുക. -9 പ്ലസ് ഓർ മൈനസ് √121/2 × 10. 2 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. √121 ഈസ് 11. സോ -9 പ്ലസ് ഓർ മൈനസ് 11/20. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഒന്നെന്താണ്? -9 പ്ലസ് 11/20 ചെയ്യുമ്പോൾ 0.1 കിട്ടും. അടുത്തത് -9 മൈനസ് 11/20 ചെയ്യുമ്പോൾ -1 കിട്ടും. പക്ഷേ നെഗറ്റീവ് വാല്യൂ ഒരിക്കലും പ്രോബബിലിറ്റീൻ്റെ വാല്യൂ ആവില്ല. സോ ഈ -1 എന്നത് ഒരിക്കലും വാല്യൂ അല്ല. അപ്പോൾ ഏത് വാല്യൂ എടുക്കും നമ്മൾ? k = 0.1. സോ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.1 ആണ്. സോ ഈ കെൻ്റെ വാല്യൂ വെച്ച് നമുക്ക് വേണമെങ്കിൽ ആ ടേബിളിനെ വരെ
മാറ്റി എഴുതാൻ പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. സോ കെ നമുക്ക് 0.1 കിട്ടി. അങ്ങനെയാണെങ്കിൽ 0ൻ്റെ പ്രോബിലിറ്റി 0 ആയിരിക്കും, 1ൻ്റെത് 0.1 ആയിരിക്കും. കെ തന്നെയാണ്. 2K പറയുമ്പോൾ ഇവിടെ 0.2, 0.2, 0.3 അങ്ങനെ ആ രീതിയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നോക്കുക, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് 0 <x <5. അപ്പോൾ 0ൻ്റെയും 5ൻ്റെയും ഇടയിലുള്ള പ്രോബബിലിറ്റികളാണ് കാണുന്നത്. അപ്പോൾ 0ക്കും 5നും ഇടയിൽ ആരൊക്കെ ഉണ്ട്? 1, 2, 3 ആൻഡ് 4. സോ നമ്മൾ ഈ 4 കൂട്ടേണ്ടത്. ദാറ്റ് മീൻസ് K പ്ലസ് 2K പ്ലസ് 2K പ്ലസ് 3K. ടോട്ടൽ എത്ര ആയി? K 1, 2K പറയുമ്പോൾ 3, 5, 5, 3, 8K ആയി. സോ 8K ആണ് ഇതിൻ്റെ ആൻസർ വരിക. 8K എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 × 0.1 = 0.8. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? x > 6. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 പറയുമ്പോൾ ഏതൊക്കെ വരും? ഇത് രണ്ടെണ്ണം, x = 6ഉം x = 7ഉം. സോ എന്ത് വരും? 2k² പ്ലസ് 7k² പ്ലസ് k. 2k പ്ലസ് 7k², 9k² പ്ലസ് k. സോ ആ കെയിൽ 0.1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസറായി. സോ അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്താ പ്രോബബിലിറ്റി ഓഫ് 0 <x <5 ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0.8. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് x > 6 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 0.19. ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് വെരിഫൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദാറ്റ് 20% ഓഫ് ഓൾ കോപ്പീസ് ഓഫ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് fail a certain binding strength test. Let x denote the number of failures and among 15 randomly selected copies. Find the probability that ഒരു 2-3 പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കുക. സോ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു കമ്പനിയിൽ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 20% കോപ്പികൾ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് എമംഗ് 15 റാൻഡംലി സെലക്റ്റഡ് കോപ്പീസ്. സോ ഇവിടെ സെലക്ട് ചെയ്യുന്ന കോപ്പികളുടെ എണ്ണം എന്താണ്? 15 ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ്. ആൻഡ് ഇവിടെ എൻ എന്ന് പറയുന്നത് 15 സാമ്പിളിൻ്റെ സൈസ് 15 ഇനി എന്തൊക്കെയാണ് ഇവിടെ ഒരു കാര്യം കൂടി, 20% എപ്പോഴും ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ത് വരും? 20% തന്നെ 0.02. സോ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ്. അറ്റ്മോസ്റ്റ് 8 will fail the test, exactly 8 will fail the test, at least 8 will fail the test, between 4 and 7 inclusive will fail the test. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് സെക്ഷനിലെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ക്വസ്റ്റ്യനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്തായിരുന്നു? ഇപ്പോൾ ഇവിടെ 8 പേര് അറ്റ്മോസ്റ്റ് മാക്സിമം. രണ്ടാമത് നോക്കാം. എക്സാക്ട്ലി 8 ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് x = 8. ഇതിൻ്റെ ഫോർമുല എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് x = k ഫോർമുല എന്തായിരുന്നു? x = k ഫോർമുല ആയിരുന്നു NCK p⁻k into 1 - p⁻n - k. സോ ഇതായിരുന്നു ഫോർമുല. സോ നമുക്കത് വെച്ചിട്ട് ഇവിടെ
ഓരോന്നായിട്ട് ചെയ്യാം. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? n = 15 ആണ്. പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ്? ടെക്സ്റ്റ് ഫെയിലാവാം, പാസ്സാവും. പക്ഷെ നമ്മളിവിടെ ഫെയിലിയറിൻ്റെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഫെയിലിയറിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നത് 0.20 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അറ്റ്മോസ്റ്റ് 8 വിൽ ഫെയിൽ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 8 ആൾക്കാരാണ് ഫെയിലാവുക. സോ ഇവിടെ മാക്സിമം 8 ആൾക്കാർ പറഞ്ഞാൽ എത്ര പേര് ഫെയിലാവാം? ഒരാൾ ഫെയിലാവാം, 2 ആളാവാം, 3 ആളാവാം, അങ്ങനെ 8 ആൾ വരെ ആവാം, 0യും ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് x <= 8. സോ അവിടെ എന്തൊക്കെ വരും? പ്രോബബിലിറ്റി ഓഫ് 0, പ്രോബബിലിറ്റി ഓഫ് 1, പ്രോബബിലിറ്റി ഓഫ് 2, അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് 8 വരെ വരും. സോ ഓരോന്നിൻ്റെയും വരുമ്പോൾ ഫോർമുല ചെയ്ത് കൊടുക്കുക. NCK P ഇവിടെ 0.20 ഓരോ ടേമിലെയും എത്രയാണോ വാല്യൂ ഇൻറ്റു 0.80 15 - x. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ NCKനെയാണ് കേട്ടോ 15x എന്ന് തന്നിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് 15CX ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ വേണം, 0ൻ്റെ വേണം. അതായത് എക്സിന് 0 കൊടുക്കണം, പിന്നെ എക്സിന് മൊത്തം 0 കൊടുക്കുക. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x = 0 പ്ലസ് എക്സിനെല്ലാം 1 കൊടുത്ത് ചെയ്യാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x = 1. അങ്ങനെ നമുക്ക് 8 വരെ ഉള്ളതിൻ്റെ എല്ലാം ചെയ്യണം. സോ എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടെ 0.09998 ആണ്. സോ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് സിഗ്മ എന്നിട്ടിട്ടാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഓരോ ടേമും സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. അപ്പോൾ x = 0ൻ്റെ ചെയ്യുക, ദെൻ x = 1ൻ്റെ, x = 2ൻ്റെ, അങ്ങനെ x = 8 വരെ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി സം ചെയ്യുക. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? അറ്റ്മോസ്റ്റ് 8 വിൽ ഫെയിൽ. ഇനി എക്സാക്ട്ലി 8 പറയുമ്പോൾ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് x = 8. അപ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ x 8 ആണ്. അപ്പോൾ NCK പറയുമ്പോൾ 15, ഇത് 15C8 ആണ് കേട്ടോ. സോ NCK പറയുമ്പോൾ 15C8 P⁻8, that is 0.20 into 1 minus P⁻n - k. സോ 1 - P പറയുമ്പോൾ 1 - 0.2 കുറച്ചാൽ നമുക്ക് കിട്ടുക 0.8. ഇനി ഇവിടെ n - k, 15 - 8 is 7. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.0002 കിട്ടും. ഇനി അറ്റ്ലീസ്റ്റ് 8 പറഞ്ഞാൽ മിനിമം 8 പേരെങ്കിലും തോറ്റിട്ടുണ്ടായിരിക്കണം. അതിലും കൂടുതൽ തോക്കാൻ പാടില്ല. സോ 8 പേര് തോറ്റിട്ടുണ്ടാവാം, അതിലും താഴെ തോക്കാൻ പാടില്ല. 8 പേര് തോറ്റിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 7 പേര് തോറ്റിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് x > 8 ആണ്. സോ അതിന് മാറ്റി എന്ത് എഴുതിൻ്റെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x < 7. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് x < 7 ഏത് ചെയ്യുക? നേരത്തെ ചെയ്ത ഇക്വേഷൻ NCK P⁻n - k ഇൻറ്റു 1 മൈനസ് P⁻n - k. ആ ഒരു ഫോർമുല വെച്ചിട്ട് P = 7 ചെയ്യുക. ദെൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x < 7 വെച്ചിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്തും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A random variable x takes values -3, -2, -1, 0, 1, 2, 3 such that probability of x = 0 is equal to probability of x greater than 0 is equal to probability of x less than 0.
and probability of x equal to -3 equal to probability of x equal to -2 is equal to probability of x equal to 1, probability of x equal to 2 and probability of x equal to 3. Obtain the probability distribution and the cumulative distribution function of x. സോ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കുറേ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ആൻഡ് പറഞ്ഞിട്ടുള്ള കാര്യം എക്സ് ഈക്വൽ ടു 0ൻ്റെ പ്രോബബിലിറ്റിയും എക്സ് ഗ്രേറ്റർ ദാൻ 0ൻ്റെ പ്രോബബിലിറ്റിയും ഈക്വലാണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 0ൻ്റെയും എക്സ് ലെസ് ദാൻ 0ൻ്റെയും പ്രോബബിലിറ്റി ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. സോ ഇനി ഇത് മനസ്സിലാവാനുള്ള എളുപ്പപ്പണി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പ്രോബബിലിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 1 2 3 ഇതിൻ്റെ പ്രോബബിലിറ്റി കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് 5 ഒരു പർട്ടിക്കുലർ നമ്പറാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 0.0 സംതിങ്ങോ അല്ലെങ്കിൽ 0.1 അങ്ങനെ എന്തോ കിട്ടി. ഇനി -1 -2 -3ൻ്റെ പ്രോബബിലിറ്റി കൂട്ടി നോക്കി. ഈ കിട്ടിയത് ഇപ്പോൾ 0.01 ആണെങ്കിൽ ഇതിൻ്റെ ആൻസറും 0.01 ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0. അതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. 1 2 3 പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടൊക്കെയാണ് 1 2 3. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കൂട്ടിയതും 0ൻ്റെയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ് ലെസ് ദാൻ 0 പറഞ്ഞാൽ 0നേക്കാൾ താഴെ -1 -2 -3 ആ മൂന്നെണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി കൂട്ടിയ വാല്യൂ 0ൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. സോ ഇത്രയും മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മളിവിടെ എടുക്കുന്നത് 1 2 3 ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ഈക്വലാണ് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു കണ്ടീഷനും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് -1 -2 -1 അതുപോലെ 1 2 3 ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്താണ്? ഈക്വലാണ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മൈനസ് ആണ് എഴുതിയത്, പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് ഓൾ ഈക്വൽ. ഇവിടെ ഈക്വൽ ടു എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. സോ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആണെങ്കിൽ നമുക്കിപ്പോൾ 1ൻ്റെ പ്രോബബിലിറ്റി Q ആണെന്ന് വിചാരിക്കുക. 1ൻ്റെ പ്രോബബിലിറ്റി Q ആണെങ്കിൽ 2ൻ്റെ പ്രോബബിലിറ്റിയും Q ആയിരിക്കും, 3ൻ്റെ പ്രോബബിലിറ്റിയും Q ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര വരും? 3Q എന്ന് വരും. അതേപോലെ തന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി എന്ത് തന്നെ ആയിരിക്കും? 3Q തന്നെ ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0ൻ്റെ 3Q എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൻ്റെ എന്ത് തന്നെ ആയിരിക്കും? 3Q തന്നെ ആയിരിക്കും. ഇനി നോക്കുക, ഇനി എല്ലാ പ്രോബബിലിറ്റിയും കൂടിയും കൂട്ടുക. അപ്പോൾ എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യും പിന്നെ അതിൻ്റെ കൂടെ ആരും കൂടി വേണ്ടി വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 കൂടി വേണ്ടി വരും. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടണം. നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പ്രോബബിലിറ്റി കൂട്ടുമ്പോൾ എക്സ് ഈക്വൽ ടു 0ൻ്റെ എന്താ വന്നത്? എക്സ് ലെസ് ദാൻ 0ൻ്റെത് 3Q ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഇതിൻ്റെ 3Q ആണ്, ആൻഡ് ഇതും 3Q. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക. സോ ദാറ്റ് ഈസ് 9Q is equal to 1 വരും. മീൻസ് Q is equal to 1/9. Q is equal to 1/9 വരും. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ത് വരും?
എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? -3, -2, -1 ആൻഡ് 0, 1, 2, 3. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ 0-ൻ്റെത് 1/3 ആവും, ബാക്കി എല്ലാത്തിൻ്റെയും 1/9. ഓക്കെ, സോ ഇത് മൂന്നും കൂടിയും കൂട്ടിയതും സെയിം ആണ്. ആൻഡ് ആ രണ്ട് വാല്യൂസും 1/3ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി എന്താ പറഞ്ഞുള്ളൂ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനാണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം. സോ ഇങ്ങനെ വരും, -3നേക്കാൾ ചെറുതുള്ളതിൻ്റെ 0 ആയിരിക്കും ആൻഡ് -3ൻ്റെത് 1/9. അത് രണ്ടും ഓക്കെയാണ്. ഇനി -2ൻ്റെ ചോദിക്കുമ്പോൾ -2ൻ്റെ എന്തായിരുന്നു? 1/9 തന്നെയാണ്. സോ നമ്മൾ ഈ 1/9 കൂടി ആഡ് ചെയ്യും. സോ 1/9 + 1/9 ഈസ് 2/9. -1 വരുമ്പോൾ ഇതിൻ്റെ കൂടെ വീണ്ടും 1/9 ആഡ് ചെയ്യും. സോ ആൻസർ വരിക 3/9 അല്ലെങ്കിൽ 1/3. അടുത്തത് 0 വരുമ്പോൾ ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുക? 0 നോക്കുക, ഇവിടെ 0ൻ്റെ എന്താണ്? 1/3 ആണ്. സോ 0 വരുമ്പോൾ ഇതിൻ്റെ കൂടെ 1/3 കൂടി ആഡ് ചെയ്യുക. അടുത്ത് വരുമ്പോൾ എഗെയിൻ 1/9 ആഡ് ചെയ്യുക, അടുത്തതിനും 1/9 ആഡ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എഴുതേണ്ടത്. സോ ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നോക്കി വയ്ക്കുക, എല്ലാം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.